നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബ്ലാക്ക് എൻഡവറാണ്. അത്യാവശ്യം നല്ല എൻക്വയറിയുള്ള ഒരു കളറാണ് എൻഡവറിനകത്ത് ബ്ലാക്ക് എന്ന് പറയുന്നത്. ബ്ലാക്ക് കഴിഞ്ഞാൽ വൈറ്റ്, ഇങ്ങനെയാണ് വരുന്നത്. ബ്ലാക്കും വൈറ്റുമാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത്. അപ്പോൾ നമുക്ക് കുറേ കാലം ഈ ബ്ലാക്ക് എൻഡവർ കിട്ടിയിട്ട് കുറേ എൻക്വയറി ഓൾറെഡി ഉണ്ട്, ബ്ലാക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു 19 മോഡലിലുള്ള ഒരു എൻഡവർ കിട്ടിയിട്ടുണ്ട്. 2019 മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ 2019 തന്നെയാണ് രജിസ്ട്രേഷനും വന്നിട്ടുള്ളത്. സിംഗിൾ ഓണറാണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു വണ്ടിയാണ്. 66,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. നല്ലൊരു ബോഡി ക്വാളിറ്റി ഉണ്ട്. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും നല്ലൊരു ഫിനിഷിങ് തന്നെ കിടക്കുന്ന ഒരു വാഹനമാണ്. വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ്. കുറേ ആളുകൾ ലൊക്കേഷൻ എവിടെയാണ്, നാട്ടിലെത്തിയിട്ടുണ്ടോ എന്നൊക്കെ വീണ്ടും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഡൽഹിയിലെ വണ്ടികൾ മാത്രമാണ് കാണിക്കുന്നത്. ഡൽഹിയിലത്തെ പ്രൈസാണ് ഞാൻ പറയാറുള്ളത്. ഓക്കെ, നമുക്ക് ഏതായാലും വാഹനത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ 2019 ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ഫേസ് ലിഫ്റ്റ് വന്നാന്നൊക്കെ പറയാം. കാരണം ഇതിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്നുണ്ട്. നമുക്കറിയാം 16, 17, 18 ഒന്നും പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ കീ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത്. സാധാ ഫോർഡിൻ്റെ നമ്മുടെ നോർമൽ ആ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ടൈപ്പ് സ്റ്റൈലുള്ള കീ ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നിട്ടുള്ള ആ ഒരു 19 മോഡലിലുള്ള ഒരു എൻഡവറാണ് ഈ കിടക്കുന്ന വാഹനം. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഓൾറൗണ്ട് ഒന്ന് ആദ്യം തന്നെ കാണിക്കാം. പിന്നെ ഇതിൻ്റെ വേറൊരു വലിയൊരു കാര്യം പറയാനുള്ളത്, ഇത് ടൈറ്റാനിയാണ്. ടൈറ്റാനിയം എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പക്ഷേ ടൈറ്റാനിയത്തിനകത്ത് 4x2 ഓട്ടോമാറ്റിക്കിൽ വന്നിട്ടുള്ള വാഹനമാണ്. അതായത് 2.2 ആണ്. 2.2 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് ടൈറ്റാനിയം. 4x4 അല്ല. 4x4 ആണെങ്കിൽ നമുക്ക് 3.2 എഞ്ചിനിലാണ് വന്നിട്ടുള്ളത്. 2.2ലാണ്. അപ്പം കുറേ ആളുകൾ 3.2 വേണ്ടാതെ 2.2 ഉണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഏതായാലും ഈ ഒരു വണ്ടി കിട്ടിയപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. പോരാത്തതിന് വെറും 66,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. ബോണറ്റിൻ്റെ മുകളിൽ ചെറിയ അതായത് നിർത്തിയിട്ടുള്ള ഒരു ഇതുണ്ട്. മീൻസ് എന്തോ വീണിട്ട് കറ പോലെ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പോവുമായിരിക്കും. അഥവാ പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ബോണറ്റ് ഒന്ന് റീപെയിൻറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ദൂരെ നിന്നൊന്നും മനസ്സിലാവില്ല. കാരണം നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്തൊന്നും മനസ്സിലാവില്ലല്ലോ. അടുത്ത് പോയി നോക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം മനസ്സിലാവുക. ഡൽഹി രജിസ്ട്രേഷൻ DL വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഏതായാലും ഇൻറ്റീരിയറിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് 2.2 6 സ്പീഡ് ആണെങ്കിലും ടൈറ്റാനിയാണ് കേട്ടോ ഓപ്ഷൻ വരുന്നത്. അതേ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇപ്പോൾ 2.2നകത്ത് തന്നെ ട്രെൻഡൊക്കെ വരുന്നുണ്ട്. നല്ല ഇൻറ്റീരിയർ, അതുപോലെ തന്നെ നല്ല ഡാഷ്ബോർഡ്, നല്ല ഡോർ പാഡ് ഒക്കെ അടിപൊളി യൂസേജിലുള്ളൊരു വണ്ടിയാണ്. ലോ കിലോമീറ്ററാണ്. 66,000 കിലോമീറ്റർ മാത്രമല്ല ഓടിയിട്ടുള്ളൂ. അതായത് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോൾ ആണെങ്കിലും മനസ്സിലാവും. സ്വിച്ചസ് ഒന്നും യാതൊരു തേയ്മാനങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. $66,800 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കാണ്. 4x4 3.2 ഒക്കെ ആവുന്ന സമയത്ത് ഇവിടെയുള്ള 4x4ൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമില്ലൊക്കെ ഒരു ഫ്രീ ആയി കിടക്കുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട് കേട്ടോ. സൺറൂഫൊക്കെ വർക്കിംഗ് ആണ്. യാതൊരു സൗണ്ടോ ഒന്നുമില്ല കേട്ടോ. ചില വണ്ടികളൊക്കെ ഉണ്ട് അങ്ങനെ തുറക്കുമ്പോൾ അങ്ങനെ കറയെന്നൊക്കെ പറഞ്ഞ് സ്റ്റക്കായി പോകുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കർട്ടനൊക്കെ ഫുള്ളായിട്ട് മൂവ് ആവുന്നുണ്ട്. ഞാനതിന് തുറന്നിട്ടേക്കും, കാരണം കുറച്ച് വെളിച്ചം കയറാനായിട്ടേ. യെസ്. അപ്പം ഫ്രണ്ടിലെ സ്ഥിതികൾ ഇങ്ങനെയൊക്കെയാണ്. സ്റ്റിയറിങ്ങിനോ അല്ലെങ്കിൽ സ്വിച്ചസിനോ ബട്ടൺസിനോ ഒന്നിലും യാതൊരു തേയ്മാനവുമില്ല. എല്ലാ സംഭവങ്ങളും വർക്കിംഗ് ആണ്. കുറേയൊക്കെ കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇത് ആ ഒരു രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണെന്നുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. കാരണം അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്കറിയാം. സീറ്റൊന്നും ഒന്നും ആയിട്ടില്ല. സ്റ്റോക്കായിട്ട് വന്നിട്ടുള്ള ഒറിജിനൽ സീറ്റ് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഒക്കെ ഒരു 1 lakh ഒക്കെ ആകുന്ന സമയമാകുമ്പോഴത്തേക്കും ഇവിടെ ഒരു കീറൽ വരും. കാരണം ഹൈറ്റുള്ള വണ്ടിയല്ല. എപ്പോഴും കയറുമ്പോൾ ഇവിടെ ലോഡ് വരും. കുറച്ച് പ്രൊജക്ഷനിൽ നിൽക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ കീറാറുണ്ട്. ഇപ്പോൾ ഞാൻ 1 lakh ഒക്കെ ഓടിയ വണ്ടികളിൽ ഇവിടെ ചെറിയ ചുളിവ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുകയും ചെയ്യും 1 lakh റേഞ്ചിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത്. ഞാൻ പൊതുവേ ഉള്ള ഒരു ആവറേജ് ഇത് വെച്ചിട്ടാട്ടോ പറയുന്നത്. പിന്നെ ഒരു 150 ഒക്കെ ഓടിയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒന്നും കൂടി ഇത് ഡാമേജ് ആവാറുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഓടിയ വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാകും. കാരണം അത് ഫുള്ള് മാറ്റിയിട്ട് ഈ പീസ് മാത്രം മാറ്റി പുതിയ പീസ് ആക്കി വെക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ഇനി നമുക്ക് പുറകത്തെ സീറ്റ്, ഇതൊക്കെ ഒറിജിനൽ ഗ്ലാസും ഡോറൊക്കെ തന്നെ കേട്ടോ. അത് ഡോറ് ഒറിജിനലാണ്, റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഈ ഗ്ലാസ് 19 ഗ്ലാസ്സാണ്. ഇത് 19 ഗ്ലാസ്സാണ്. 19 ആണ്.
ഒറിജിനൽ ഡോറാണ്, മാറിയിട്ടില്ല. പുറകിലെ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു വിധത്തിലെ ഡാമേജും ഇല്ല. ഒറിജിനൽ തന്നെയാണ്, ഒറിജിനൽ ആ ഒരു സീറ്റ് തന്നെയാണ്, പീസ് മാറ്റിയതൊന്നുമല്ല. ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജും ഇല്ല. ഇതിൻ്റെ റൂഫാട്ടോ അടിപൊളിയായ ഒരു ബ്ലാക്ക് കളറിൽ വരുന്നതുകൊണ്ട് നല്ലൊരു ഇതാണ്. സീറ്റും ഡോർ പാഡും കൂടി ബ്ലാക്ക് ആയിരുന്നേ ഫുള്ള് കറുപ്പായനെ വണ്ടി. ടയർ വാങ്ങൽ ഒരു 60-70% കേട്ടോ. അവിടെ ഈ സൈഡിലെ ബോഡിയുടെ മുകളിലൊന്നും ഒരു ഡെൻറ്റോ അങ്ങനത്തെ ഒന്നുമില്ല. മൈനർ ഡെൻറ്റുകളുണ്ട് കേട്ടോ. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബോഡിയുടെ മുകളിലേക്കൊന്നും പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ടച്ച് ചെയ്താൽ പൊന്തി വരുന്ന ആ ഒരു സിസ്റ്റമാണ് എൻഡവറിൽ. പുതിയ ഫോർച്യൂണറിനകത്തൊക്കെ ഉള്ള അതേപോലെ തന്നെ. ഏതായാലും ഇവിടെ ഒന്നും ആക്സിഡൻ്റൽ ലക്ഷണങ്ങളൊന്നുമില്ല. പുറകിലെ തേർഡ് റോ ആണെങ്കിലും വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഇതിനകത്ത് ടൂൾ ബോക്സ് ഒക്കെ വരുന്നുണ്ട്. ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ 1 ടച്ച് തന്നെ. ഇതൊക്കെ വർക്കിംഗ് ആണ്. ടൈറ്റാനിയാണ് വരുന്നത്. BJ ABCDEFGHIJ BJയും 19 ക്ലാസ് തന്നെയാണ്. 19 ഓക്കെ. ഈ സൈഡിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ടയറും ഏകദേശം ഒരു 60-70% ആണുള്ളത്. എല്ലാ ടയറും ആ ഒരു റേഞ്ചിൽ തന്നെയാണുള്ളത്. ഡോറ് ഒറിജിനലാണ്. ഈ സൈഡ് നോക്കുമ്പോഴും ഉള്ളിലേക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഒറിജിനൽ ഡോർ തന്നെയാണ്. ഈ സീറ്റും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സീറ്റിലൊക്കെ എയർ ബാഗ് വരുന്നുണ്ട്. ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഇതിനകത്ത് എനിക്കൊന്ന് 8 എയർ ബാഗോളം വരുന്നുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് എണ്ണിയാലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഈ സീറ്റിലും ആ സീറ്റിലൊക്കെ എയർ ബാഗ് വരുന്നുണ്ട്. ഇവിടെ എയർ ബാഗ് വരുന്നുണ്ട്. പില്ലറിൻ്റെ മുകളിൽ ചിഹ്നം കാണുന്നില്ല. ഇവിടെ ഉണ്ട്. ഈ പോസ്റ്റിൻ്റെ മുകളിലുണ്ട് എയർ ബാഗ്. ആ പോസ്റ്റിൻ്റെ മുകളിലുണ്ട് എയർ ബാഗ്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് ഏതായാലും എണ്ണിയേക്കാം. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാനത് കാണാതെ പറയാത്തത്. 1 2 3 4 5 6 ഇവിടെ തന്നെയായി. സോറി, ഇവിടെ എവിടെയും ഞാൻ കാണുന്നില്ല. ഏതായാലും ഇന്ന് ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ആ കാര്യത്തിൽ ഉറപ്പ് വരുത്താത്തതുകൊണ്ടാണ്, ഉറപ്പെനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ എത്ര ഉണ്ടെന്നുള്ളത് പറയാത്തത്. ഓക്കെ, ഏതായാലും ഈ ഒരു സൈഡിലും വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി തന്നെയുള്ളത്. ഈ ഫ്രണ്ട് ഗ്ലാസ് ഇതിൻ്റെ റീപ്ലേസ്ഡ് ആണ്. 2023 മാറിയിട്ടുണ്ട്. ഫോർഡിൻ്റെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കേട്ടോ. ഗ്ലാസ് മാത്രമാണ് ഈ വാഹനത്തിൻ്റെ മാറിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഡൽഹിയിൽ ഒരു 90% വണ്ടീൻ്റെ ഫ്രണ്ട് ഗ്ലാസ് മാറിയതാണ് കാണാറുള്ളത്. അത് ആക്സിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം മാറുന്നതല്ല. ഇവിടെ ഗ്ലാസിൻ്റെ മുകളിൽ സ്ക്രാച്ച്, അതുപോലെ തന്നെ ചെറിയ ഹൈവേ കൂടുതലായതുകൊണ്ട് കല്ലൊക്കെ അടിച്ചിട്ടും ഗ്ലാസ് മാറാറുണ്ട്. ഗ്ലാസ്സിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇവർ കൊടുക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടെ വലിയൊരു ക്രാക്ക് ഉണ്ടെങ്കിലും ഗ്ലാസ് മാറിയാൽ ഇടിച്ച വണ്ടി എന്നൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ അത് മാറ്റാണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നൊരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ചെറിയൊരു ക്രാക്ക് ഉണ്ടെങ്കിൽ പോലും അവർ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യും. കാരണം ഒരു രൂപ പോലും അവർക്ക് മുടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഒറിജിനൽ ഗ്ലാസ് തന്നെ കിടക്കുന്നത്. കമ്പനി തന്നെ ഇൻഷുറൻസിൽ അത് മാറിയതാണ്. യെസ്, ഫ്രണ്ടിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫോർച്യൂണർ, എപ്പോഴും ഫോർച്യൂണർ എന്നാണ് പറഞ്ഞു വന്ന്, നല്ലൊരു എൻഡവർ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ്. 2.2 ഓട്ടോമാറ്റിക്കിലുള്ള 2.2 6 സ്പീഡ് ഓട്ടോമാറ്റിക്കിലുള്ള ടൈറ്റാനിയം ഫുൾ ഓപ്ഷനിൽ വരുന്ന ഫോർഡിൻ്റെ എൻഡവറാണ്. സിംഗിൾ ഓണറാണ്. 66,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 23,50,000 രൂപയാണ് ആസ്കിങ് റേറ്റ്. നെഗോഷ്യബിൾ ആണ്. ഇൻഷുറൻസ് 3 ദിവസം കൂടി എന്തോ ഉള്ളൂ. ഞാൻ നെറ്റിൽ നോക്കിയ സമയത്ത് 3 ദിവസം കഴിയും. അപ്പോൾ അതൊക്കെ നമ്മളൊരു വില വെച്ച് സംസാരിക്കുന്ന സമയത്ത് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം. എന്തായാലും ചെറിയൊരു മാറ്റമുണ്ട്. വലിയ രീതിയിലൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം 2019 ആയതുകൊണ്ടാണ്. കുറച്ച് ഫീച്ചേഴ്സിലൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട് 19 ആവുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു റേറ്റ് എന്തായാലും ഉണ്ടാവും.
പിന്നെ മാർക്കറ്റിൽ നിന്ന് നല്ലൊരു വണ്ടി ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എൻഡവർ കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേ ആയി തപ്പുന്ന വണ്ടികളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് 20 എബോ റൈഡ്സ് വരുന്നുണ്ടെങ്കിലും നല്ലൊരു വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. കിലോമീറ്ററും കുറഞ്ഞാണ്. പിന്നെ 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള എൻഡവറൊന്നും ഡൽഹി മാർക്കറ്റും തപ്പി അത്ര പെട്ടെന്നൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അധിക വണ്ടിയും 1.5യുടെ മുകളിൽ ഓടിയ വണ്ടിയാണ് ഉണ്ടാവാറുള്ളത്. പോരാത്തതിന് ചില വണ്ടികളൊക്കെ തിരിച്ചിട്ട് പുറകിലേക്ക് ആക്കിയിട്ടാണ് വെക്കാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു 1.10 ഓടിയൊരു ബ്ലാക്ക് എൻഡവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി നോക്കിയ സമയത്ത് 2023 1.80 സംതിങ്ങിൽ സർവീസ് ചെയ്തതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ ആ രീതിയിൽ അങ്ങനത്തെ വണ്ടികളും ഇവിടെ കാണാറുണ്ട്. കുറേ വണ്ടി പോയി നോക്കുന്ന സമയത്താണ് നല്ലൊരു വണ്ടി കിട്ടുക. പിന്നെ ഈ ഒരു ഫോർഡിൻ്റെ ഹിസ്റ്ററി എടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡൽഹിയിൽ നിന്ന് കിട്ടാറുണ്ട്, എന്നാലും ചില സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറേ വണ്ടികൾ ഇങ്ങനെ പോയി നോക്കിയിട്ട് ഹിസ്റ്ററി കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ജെന്യുവൻ വണ്ടി, നല്ലൊരു ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുള്ളൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് വീഡിയോ കാണിക്കാൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇത്രയും ഡിലേ ആവുന്നത്. നല്ലൊരു വണ്ടി കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും ഈ ഒരു എൻഡവറിന് കോൾസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്താത്തത്. കാരണം കിലോമീറ്ററൊക്കെ ജെന്യുവൻ ആയിട്ടുള്ളൊരു വണ്ടി കിട്ടുക എന്ന് പറയുന്നത് ഡൽഹി മാർക്കറ്റിൽ ഇപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഈ എൻഡവറിൻ്റെ കേസിൽ എൻഡവറിന് ഇപ്പോൾ അത്യാവശ്യം ഒരു ഡിമാൻഡ് നമ്മുടെ നാട്ടിൽ നിന്ന് കോൾസ് ഇങ്ങനെ കൂടുതൽ വരുന്നതുകൊണ്ട് എനിക്ക് ഏതായാലും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും 23,50,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിങ് റേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നെഗോഷ്യബിൾ റേറ്റാണ്. ഡൽഹി രജിസ്ട്രേഷനുള്ള 2019 മോഡൽ 2.2 6 സ്പീഡ് ടൈറ്റാനിയം ഓപ്ഷനിൽ വരുന്ന സിംഗിൾ ഓണർ 66,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു വാഹനം. പിന്നെ ലോണ് നമുക്ക് ആദ്യമേ കിട്ടൂല. നമ്മൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് നമ്പർ ആക്കി കഴിഞ്ഞാൽ മാത്രമേ ലോൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ കേട്ടോ. കാരണം ലോൺ കിട്ടുമെന്ന് ചോദിച്ചിട്ട് വീണ്ടും കോൾസ് എനിക്ക് വരാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതൊരു ഇറ്റ്സ് മീ മനു. ബൈ.